കളം കാവൽ ഡയറക്റ്റഡ് ബൈ ജിതിൻ കെ ജോസ്. ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന പടം. ഇതിനു മുമ്പ് കുറുപ്പ് എന്ന് പറഞ്ഞ സിനിമയുടെ തിരക്കഥാകൃത്തായിരുന്നു. തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും കൂടി ചേർന്നാണ്. അതിൽ ജിഷ്ണു ശ്രീകുമാറിൻ്റെതാണ് ഇതിന്റെ കഥ. ഈ സിനിമയെ കുറിച്ച് മൊത്തത്തിൽ പറയുവാണെങ്കിൽ ആവറേജ് ആയി പോകേണ്ട ഒരു പടം. അതിൽ മമ്മൂക്കയുടെ പെർഫോമൻസ് കൊണ്ട് ആവറേജിന് മേലെ ആക്കി കിട്ടിയൊരു പടം എന്നാണ് ഒരൊറ്റ വാക്യത്തിൽ ഈ പടത്തെ കുറിച്ച് പറയേണ്ടത്. അത്രയ്ക്കും ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് മമ്മൂക്ക ഈ പടത്തിൻ്റെ അകത്ത് ചെയ്തു വെച്ചേക്കുന്നത്. ബ്രഹ്മയുഗത്തിന് ശേഷം, ബ്രഹ്മയുഗം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു നെഗറ്റീവ് ക്യാരക്ടറാണല്ലോ, അതൊരു ഫിക്ഷൻ ക്യാരക്ടറാണല്ലോ. പക്ഷെ ഇത് ശരിക്കും നമ്മൾ പല സ്ഥലത്തും ഇപ്പം സൈനൈഡ് മോഹൻ എന്ന് പറഞ്ഞ ആ ഒരു ക്രിമിനൽ ബാക്കിയായിട്ട് ബന്ധമുണ്ട്. പക്ഷെ എന്നാൽ മൊത്തത്തിൽ അതുപോലെയല്ല. പക്ഷെ അതുമായിട്ടൊക്കെ ബന്ധമുള്ള പോലത്തെ ഒരു ക്യാരക്ടറാണ്. അതിൻ്റെ അത് കുറച്ച് മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട്. അത് വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് സിനിമ തുടങ്ങുന്നത് തന്നെ മമ്മൂക്കയുടെ ക്യാരക്ടറിൽ നിന്നാണ്. അയാളൊരു കുടുംബമായിട്ട് നന്നായിട്ട് ജീവിക്കുന്ന ഒരാളായിട്ടാണ് കാണിക്കുന്നത്. പിന്നീട് പെട്ടെന്ന് ഇയാളുടെ ഭാവം മാറി ഇയാൾ പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട്. അവരെ പ്രേമം നടിച്ച് അവരെ വശീകരിക്കുന്നു. പിന്നീട് അവരെ ലൈംഗികമായി ഉപയോഗിച്ച് പിന്നീട് അവരെ വളരെ തന്ത്രപൂർവം അവരെ വളരെ നൈസായിട്ട് അങ്ങ് കൊന്നു തള്ളുന്ന, അതിനൊരു ആനന്ദം കണ്ടെത്തുന്ന ഒരു പക്ക സൈക്കോപാത്തായിട്ടാണ് മമ്മൂക്കയുടെ ക്യാരക്ടർ. ഒരു സീൻ പോലും വയലൻസ് ഒന്നും അമിതമായി കാണിക്കാതെ തന്നെ ആ ഒരു ഭീകരത സൃഷ്ടിച്ചെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ മുഖത്തെ ഫേഷ്യൽ എക്സ്പ്രഷനുകളെല്ലാം ഭയങ്കര ഡെപ്തിലാണ് ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. പടം കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിന് ഉള്ളിൽ നിന്ന് കുറേ നേരം പിടിക്കും ഈ ക്യാരക്ടർ അങ്ങ് പോകുന്നത്. സിനിമയല്ല, സിനിമയോ സിനിമയുടെ കഥയോ ഒന്നുമല്ല. പക്ഷെ ആ ക്യാരക്ടർ മൊത്തത്തിൽ നമ്മുടെ മനസ്സിൽ നിന്ന് പോകാനായിട്ട് കുറച്ച് സമയം പിടിക്കും. ഈ ക്യാരക്ടർ പിന്നീട് ഇയാൾ ഇങ്ങനെ കൊലപാതകങ്ങൾ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ കേസ് അന്വേഷിക്കാനായിട്ട് വരുന്ന ജയകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് നമ്മുടെ വിനായകൻ ചെയ്തിരിക്കുന്നത്. വിനായകനാണ് ഇതിലെ നായകൻ. വിനായകനും നല്ല ഡീസൻ്റ് ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ വിനായകൻ്റെ പെർഫോം കണ്ടപ്പം തുടക്കത്തിൽ സിനിമ തുടങ്ങി ആ വിനായകൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ സീനൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം ഒരു ക്യാരക്ടറുമായിട്ടൊരു ബന്ധമില്ലാണ്ട് ഇങ്ങനെ നിൽക്കുന്ന പോലെ തോന്നി. പക്ഷെ പിന്നെ പടം അങ്ങ് തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വിനായകൻ ആ ക്യാരക്ടർ പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. ആ തുടക്കത്തിൽ ഒരു കൺഫ്യൂഷൻ വന്ന പോലെ, ചിലപ്പം അതെൻ്റെ കാഴ്ചയുടെ കുറവായിരിക്കാം, ഞാൻ കണ്ട രീതി ശരിയാകാത്തതുകൊണ്ടായിരിക്കാം തുടക്കത്തിൽ എന്തോ ഒരു പെശക് തോന്നി. പക്ഷെ പിന്നീട് വിനായകൻ ആ ക്യാരക്ടർ വളരെ നല്ലതായിട്ട്, വിനായകനെ അല്ലാണ്ട് വേറൊരാളെ അവിടെ ആഗ്രഹിക്കുന്നില്ല, അത്രയും നന്നായിട്ടത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് വിനായകൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു സ്ലോയിലാണ് പടം പോകുന്നത്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ് ഒക്കെ ഇച്ചിരി സ്ലോ ആണ്. പക്ഷെ ഈ സ്ലോ ആണെങ്കിലും ഈ മമ്മൂക്കയുടെ ക്യാരക്ടർ, പുള്ളിയുടെ ഈ പെർഫോമൻസും കൂടി കൊണ്ട് നമുക്കതൊരു ചടപ്പടിക്കുകയല്ല, അത്രയ്ക്കും നമ്മളെ പിടിച്ചിരുന്നു. എനിക്ക് ആ ക്യാരക്ടർ കണ്ടപ്പം നമ്മുടെ സൈലൻസ് ഓഫ് ദ ലാംസിലെ ആന്റണി ഹോപ്കിൻസ് ചെയ്ത ആ ഒരു ക്യാരക്ടറിൻ്റെയൊക്കെ ആ ഒരു പഞ്ചാണ് എനിക്ക് തോന്നിയത്. വേറെ ലെവലിലാണ് പുള്ളി ചെയ്തതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അത്രയ്ക്കും ഗംഭീരമാണ്. അതാണ് ഇത് സൈലൻസ് ഓഫ് ദ ലാംസ് എന്ന് പറഞ്ഞ സിനിമയുമായിട്ട് ഞാൻ ആ ക്യാരക്ടറിനെ താരതമ്യപ്പെടുത്തിയത്. അതുപോലെ തന്നെ ഈ വൂൾഫ് ക്രീക്ക് എന്ന് പറഞ്ഞൊരു ഓസ്ട്രേലിയൻ സിനിമയുണ്ട്. അതൊരു ഇതുപോലെ ഒരു സൈക്കോപാത്തിൻ്റെ ഒരു സിനിമയാണ്. അതും ഇങ്ങനത്തെ ഈ സൈക്കോപാത്ത് സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 പടങ്ങളാണ്. ഒന്ന് സൈലൻസ് ഓഫ് ദ ലാംസും പിന്നെ വൂൾഫ് ക്രീക്ക് എന്ന് പറഞ്ഞൊരു പടം. അതിലേയും ആ ഒരു ക്യാരക്ടർ ചെയ്ത നെഗറ്റീവ് ക്യാരക്ടർ ചെയ്ത നടനെ ഒരിക്കലും മറക്കത്തില്ല. പക്ഷെ ആ സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഭയങ്കരമായ വയലൻസ് സീനുകൾ കാണിക്കുന്നുണ്ട്. വയലൻസ് കാണിക്കാൻ നമുക്ക് ഇച്ചിരി കൂടി ഭയം വരും. പക്ഷെ ഇതിൻ്റെ അകത്ത് സംവിധാനം ചെയ്ത ഏറ്റവും മാന്യമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് വയലൻസ് കാണിക്കുന്നില്ല. ഇത് കാണിക്കേണ്ട ആവശ്യമില്ല. ഒരു നല്ല നടനുണ്ടെങ്കിൽ, ഒരു നല്ല നടനാണെങ്കിൽ അത് കാണിക്കാണ്ട് തന്നെ ആ ഭയം പ്രേക്ഷകർക്ക് ഫീൽ ചെയ്യും. അവിടെയാണ് മമ്മൂട്ടി എന്ന നടന്റെ വിജയം. അതാണ് മുജീബ് മജീദിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് തുടക്കം തന്നെ ഇതിലേക്ക് അങ്ങ് ആവുക. ഈ ക്രിമിനൽ ലെവലിലേക്ക് പുള്ളിയുടെ ക്യാരക്ടർ പടം തുടങ്ങുമ്പോൾ മുതൽ അതങ്ങ് ആവുക. അവിടെ മുതൽ അദ്ദേഹം പിടപ്പിച്ചിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും പറയാനില്ല, വേറെ ലെവല് സാധനമായിരുന്നു.
പിന്നെ ഈ ഇന്ത്യൻ സിനിമയിൽ, പ്രത്യേകിച്ച് ഈ സൗത്ത് ഇന്ത്യൻ സിനിമയിൽ കണ്ടുവരുന്ന ചെറിയൊരു തന്നെ ഈ സൗണ്ടിങ്ങിന്റെ കാര്യത്തിൽ ഇപ്പം ഹോളിവുഡ് സിനിമയ്ക്കകത്തൊക്കെ കുറേ ഭാഗങ്ങൾ സൈലന്റ് ആയിരിക്കും, പെട്ടെന്നായിരിക്കും ഈ ഭയങ്കര ഒരു ലൗഡ് സൗണ്ട് കയറി വരുന്നത്. അങ്ങനെ ഒരു കുറച്ച് പോരായ്മകൾ എനിക്ക് തോന്നി. പക്ഷെ അതിപ്പം നമുക്ക് ഈ സിനിമയെ മാത്രമായിട്ട് പറയാൻ പറ്റത്തില്ല, കാരണം അതൊരു ഇന്ത്യൻ സിനിമയുടെ സ്റ്റൈൽ അങ്ങനെയാണ്. ആ ഒരു നമുക്കതൊരു നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല, അതെൻ്റെ ഒരു ആഗ്രഹം തുറന്നു പറഞ്ഞു എന്നേ ഉള്ളൂ. ആ ഒരു ലെവലിലും കൂടി നമ്മുടെ ഇവിടെ ആ ഒരു ലെവലിലും കൂടി സൗണ്ടിങ് ചെയ്യുവാണെങ്കിൽ ഇച്ചിരി ഒരു ഫീല് വന്നേനെ എന്ന് എനിക്ക് തോന്നിയെന്നേ ഉള്ളൂ. പിന്നെ ഇതിന്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് ഫൈസൽ അലിയാണ്. ഫൈസൽ അലിയുടെ ക്യാമറ ഈ കഥയുമായിട്ട് വളരെ സിങ്ക് ചെയ്തു പോകുന്ന രീതിയിലുള്ള ക്യാമറ വർക്കാണ്. പ്രവീൺ പ്രഭാകറിന്റെ എഡിറ്റിങ്ങും ആ DOP പോലെ തന്നെ വളരെ നൈസായിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഭയങ്കര എടുത്തു പറയേണ്ടതായിട്ടുള്ള സംഭവം. ഈ മമ്മൂക്കയുടെ എക്സ്പ്രഷനുകൾ നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അത് സംവിധായകനെയാണ് അതിൻ്റെ അകത്ത് എടുത്ത് പറയേണ്ടത്. കാരണം മമ്മൂക്കായ്ക്ക് എന്തൊക്കെ പറ്റും, ഈ ഒരു ക്യാരക്ടറിൽ നിന്നും എന്തൊക്കെ ചെയ്യിക്കാൻ പറ്റും എന്നുള്ളത് മൊത്തത്തിൽ to Z നമുക്ക് ഈ സിനിമ കണ്ടു കഴിയാൻ നേരത്ത് ഇച്ചിരൂടിയൊക്കെ ചെയ്തിരുന്നെങ്കിൽ എന്നല്ല, അങ്ങനെ ഒരിക്കലും നമ്മൾ പറയില്ല. സംവിധായകൻ ഇച്ചിരൂടി ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ തോന്നുന്നില്ല. കാരണം ആ ഒരു ക്യാരക്ടർ മൊത്തത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത് ഓരോ വിശകലനം ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇതിൻ്റെ അകത്ത് സംവിധായകനും എൻ്റെ എഴുത്തുകാരനും എടുത്തു പറയേണ്ടതാണ്. കാരണം എങ്ങനെയാണ് ഇയാൾ ഓരോ സ്ത്രീകളെയും പരിചയപ്പെടുന്നത്, എങ്ങനെയാണ് അവരെ ഇതിലേക്ക് ട്രാപ്പാക്കുന്നത് എന്നൊക്കെയുള്ള വ്യക്തത വരുത്തിയിട്ടുണ്ട്. അത് കേസന്വേഷണവും ഇയാളുടെ ഈ പരിപാടിയും ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ മാറി മാറി കാണിക്കുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു മേക്കിങ്ങിൽ മടുപ്പിടിക്കത്തില്ല, അതിങ്ങനെ മാറി കാണിക്കുന്നുണ്ട്. ബിജു പപ്പു എന്ന് പറഞ്ഞ ഒരു നടനുണ്ട്, നമ്മുടെ പഴയ കുറെ സിനിമകൾക്കകത്തൊക്കെ വില്ലനായിട്ടൊക്കെ കാണുന്ന നടനാണ്. ബിജു പപ്പുവിൻ്റെ ഒരു സീനിയർ പോലീസുകാരനായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രസമായിരുന്നു. പിന്നെ നമ്മുടെ DSRയിലെ ജിബിൻ ഗോപിനാഥ് ഇതിൻ്റെ അകത്തുണ്ട്. അയാൾ പിന്നെ ഓൾറെഡി റിയൽ ലൈഫിൽ ഒരു പോലീസുകാരനാണ്, ഇതിൻ്റെ അകത്ത് ഒരു പോലീസുകാരനായിട്ടാണ്. അതുകൊണ്ട് അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് നല്ല നടനാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. പോലീസുകാരനായിട്ട് അയാൾ റിയൽ ലൈഫിലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കഥ കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, ഇതൊരു ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന പടമൊന്നുമല്ല, അതങ്ങനത്തെ ഒരു കഥയാണ്. അപ്പൊ അത് നിങ്ങൾ കാണുന്നവർ മനസ്സിലാക്കി ചെയ്യേണ്ടതാണ്. കുട്ടികളെയൊക്കെ ഇങ്ങനത്തെ സിനിമകൾ കാണിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. മൊത്തത്തിൽ സിനിമയെക്കുറിച്ച് പറയുവാണെങ്കിൽ പടം ഒരു ആവറേജ് പടമാണ്. പക്ഷെ പെർഫോമൻസുകൾ കാണാൻ ഇഷ്ടമുള്ളവർക്ക്, നല്ല അഭിനയ മുഹൂർത്തങ്ങൾ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ധൈര്യമായിട്ട് ഈ സിനിമ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.